പൊതുപരിപാടികളിൽ കെ.എം. മാണിയെ പങ്കെടുപ്പിക്കില്ലെന്നും മാണിക്ക് പ്രതിപക്ഷത്തിന്റെ ശക്തി എന്താണെന്ന് കാട്ടിക്കൊടുക്കാമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജനാധിപത്യ ജില്ലാ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നിയമസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ ജില്ലാ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചു. MLA-മാരെ മർദ്ദിച്ചതിൽ ഭരണപക്ഷ MLA-മാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരു സമരത്തെ നേരിടേണ്ടത് യുദ്ധം നടത്തിക്കൊണ്ടല്ല, കേരളത്തിലെ ജനങ്ങളാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തിനെതിരെ നിയമസഭക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ഗവൺമെന്റ് കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഗവൺമെന്റും ചെയ്യാത്ത നടപടികളാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുപരിപാടികളിൽ കെ.എം. മാണിയെ പങ്കെടുപ്പിക്കില്ല എന്നും മാണിക്ക് പ്രതിപക്ഷത്തിന്റെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകാൻ സർക്കാരിന് കഴിയില്ലെന്നും ദുശാസനന്മാരായ MLA-മാർക്ക് അഴിഞ്ഞാടാനുള്ള അനുമതിയാണ് ബഡ്ജറ്റ് അവതരണ ദിവസം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയതെന്നും അദ്ദേഹം ആരോപിച്ചു. മാർച്ച് 13-ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചതായി അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ TN സീമ MP അധ്യക്ഷനായിരുന്നു. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ടീച്ചർ, കടകംപള്ളി സുരേന്ദ്രൻ, സുജാത, സൂസൻ, MLA-മാരായ ലതിക, ഐഷ പോറ്റി എന്നിവർ സംസാരിച്ചു. അപ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് അസംബ്ലിക്കുള്ളിൽ നടന്ന വനിതാ MLA-മാർക്ക് നടന്നിട്ടുള്ള അധിക്ഷേപങ്ങൾക്കെതിരായിട്ട് അതിന് നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ പരസ്യമായിട്ട് പൊതുജന മധ്യത്തിൽ MLA-മാരെ മാത്രമല്ല സ്ത്രീകളെ അടക്കം മുഴുവൻ ആളുകളെയും അധിക്ഷേപിച്ച MLA-മാർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ പോലീസ് നടപടിയെടുക്കണം, കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടിയാണ് നിയമസഭാ മാർച്ചാണ്. ജില്ലാ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ, ഇടതുപക്ഷ നേതാക്കന്മാർ എന്നിവരും മാർച്ചിൽ പങ്കെടുത്തു.